ഹായ്, റീൽ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പെരുമാതുറയിലാണ്. പെരുമാതുറ സബിക്കിയിൽ വറ്റ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ സബിക്ക് ഉപയോഗിച്ച് ജിഗ് ചെയ്യുന്ന പോലെ ജിഗ് ചെയ്ത് മതി. പാറ ഉണ്ടെങ്കിൽ, അതായത് ചെറിയ വറ്റ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ സ്ട്രൈക്ക് ചെയ്യും. എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഒരുവിധം മീൻ കിട്ടുന്നുണ്ട്. അവർക്ക്, എനിക്ക് മാത്രം ഇതുവരെയും ഒന്നും കിട്ടിയില്ല. അങ്ങനെ കുലുക്കി എനിക്ക് ഒരു 3-4 മീൻ കിട്ടി. എനിക്ക് കിട്ടിയ 3 മീനാണിത്. ചെറിയ സൈസ് വറ്റയാണ്, വറ്റപ്പാര. നമുക്ക് മുന്നിലായിട്ട് താഴോട്ട് ഇറങ്ങി കിടക്കുന്ന പാറകൾ നമുക്ക് മീനിനെ വലിച്ച് കരയിലോട്ട് കയറ്റാൻ തടസ്സമായിട്ട് ഉള്ളതാണ്. അതിൽ ഈ മീൻ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ മീൻ ഒരു 4-5 മീൻ ലോഡായി വരുമ്പോഴത്തേനും ഈ തിരയുടെ ഇതിലും ഈ വെയിറ്റിൻ്റെ ഇതെല്ലാം കൊണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ ഉടക്കിപ്പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതൊന്നും സംഭവിക്കാതെ പെട്ടെന്ന് വലിച്ച് കരയിൽ എത്തിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇന്ന് എൻ്റെ കൂടെ സന്തോഷേട്ടനുണ്ട്. അപ്പോൾ സന്തോഷേട്ടൻ ഇന്ന് കാസ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് കരയിലിരുന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരികയാണ്. നമ്മൾ ഈ ചൂണ്ട കുലുക്കി അതിലൊരു പാര സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, നമ്മളെ കൈകൾക്ക് കിട്ടുന്ന വൈബ്രേഷൻ, അത് നമുക്ക് ഒരു പ്രത്യേക ഫീലാണ്. അത് ഫീൽ ചെയ്യുന്നവർക്കേ അറിയാവൂ. മീൻ ഒരുപാട് ലോങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ എറിഞ്ഞെത്തിക്കണം, എന്നാലേ നമുക്ക് പാര സ്ട്രൈക്ക് ചെയ്യും. ഇതുപോലെ സ്ട്രൈക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു പാര കിട്ടിയിട്ടുണ്ട്. ഇത് കണക്ക് ലോങ് എറിഞ്ഞിട്ടാലേ പാര കിട്ടും. മീൻ ലോങ്ങിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോ ടൈഡ് രാവിലെ വെള്ളം ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ തിര വലിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ തന്നെ മീനും ഉള്ളിലോട്ട് വലിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മീൻ മാറുന്നതിനുള്ളിൽ തന്നെ കുറച്ച് മീനെ നമ്മൾ പിടിക്കണം. ഇപ്പോൾ വീണ്ടും ഒരു പാര എനിക്ക് കിട്ടി. സബിക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല കളറുകൾ നോക്കി എടുക്കാൻ, നല്ല തിളക്കമുള്ള കളറ്, അതിലാണ് മീൻ അട്രാക്റ്റീവായിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. പിന്നെ നല്ല രീതിയിൽ കെട്ടാൻ, അതായത് നല്ല രീതിയിൽ കെട്ടിയെടുക്കാൻ അറിയണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ എല്ലാത്തിലും, അതായത് ഇപ്പം നമ്മൾ 10 ചൂണ്ട കെട്ടിയാൽ ആ 10ലും മീൻ അടിക്കണമെന്നുണ്ടെങ്കിൽ, മീനുള്ള സമയത്ത് മീൻ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടുന്ന പെർഫെക്ഷനിലും അതിൻ്റെ ആക്ഷനിലും, നമ്മൾ ഈ കൊടുക്കുന്ന ഈ കുലുക്കുന്നില്ലേ, ഈ ജിഗ് ചെയ്യുന്നില്ലേ, അതിൻ്റെ ആക്ഷനിലുമാണ് ഈ മീൻ സ്ട്രൈക്ക് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്ന ആ റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്ന ആ ചേട്ടൻ നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മീൻ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അവരും കുലുക്കി എനിക്കെന്താ ഒരു 3 മീൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സബിക്കി ഫിഷിംഗ് ചെയ്യുന്ന പുലികൾക്കിടയിലാണ് ഞാനും എൻ്റെ സ്റ്റിക്കുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചേട്ടനെ കണ്ടോ, ആ ചേട്ടൻ നല്ല രീതിയിൽ മീൻ കുലുക്കി എടുത്തിട്ടുണ്ട്. അതിലത് എങ്ങനെ പോയാലും ഒരു 5-6 ഉണ്ട്. എനിക്ക് വീണ്ടും ഒരു പാര കൂടി കിട്ടി, വറ്റപ്പാര കൂടി കിട്ടി. അവരെല്ലാവരും 5-6 പിടിക്കുമ്പോൾ ഞാൻ ആകെ 1 പിടിക്കുന്നത്. ഇതുപോലെ പാര തീരത്തോടെടുക്കുമ്പോൾ ഇവിടങ്ങളിലുള്ള ചൂണ്ടക്കാർക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നാളുകളാണ്. അവർക്ക് കൈ നിറയെ മീൻ കിട്ടും, കൈ നിറയെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. ഈ വിവരം അറിഞ്ഞ് ഒരുപാട് ദൂരം വരെ ഈ പുലിമുട്ടിൽ, അതായത് ഈ പെരുമാതുറ പൊഴിയിൽ വന്ന് ചൂണ്ടയിടാറുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്നവരുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.